എനിക്കൊരു കാര്യം അറിയോ? പറയ്. ഒരു പ്രിൻസിപ്പള് സ്കൂളില് പ്രിൻസിപ്പളിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ പ്രിൻസിപ്പള് ഞങ്ങളുടെ അടുത്ത് പറയാ, ഒരു പാസിംഗ് കമന്റ് പോലെ പറയാ, യുവർ ഡോട്ടർ ഈസ് മോർ മെച്യൂർ ദാൻ ബോത്ത് ഓഫ് യൂന്ന്. വളരെ നന്ദി. എന്തുവാ ഇത്? ആദ്യം ഞാൻ ഓർത്ത് ഇതിനെ ഞാൻ പോസിറ്റീവായിട്ട് കാണണോ നെഗറ്റീവായിട്ട് കാണണോ? കൊച്ചു നല്ല മെച്യൂറായി, പക്ഷെ അച്ഛനും അമ്മയും എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചതാണോ? ആ ഒരു ഷോക്കീന്ന് ഞാനിങ്ങനെ ആലോചിക്കുക, ദൈവമേ എന്ത് രീതിയിലാണ് അത് പറഞ്ഞത്? ചിരിച്ചോണ്ടാ പറഞ്ഞത്. നല്ല കാര്യല്ലേടാ, ഞാൻ കോംപ്ലിമെന്റ് ആയിട്ട് എടുക്ക. ആ, അതായിരിക്കും നല്ലെ. അല്ല, ഈ മിഡ് ഏജ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെച്യൂരിറ്റി കാണിക്കാത്തത് ഒരു ഇഷ്യൂ ആണോ? അല്ലല്ല, യൂത്ത്ഫുൾനെസ് എപ്പോഴും നിലനിർത്തി പോണം എന്നാണ്. അപ്പൊ നമ്മൾ വളരെ യങ് ആയി തോന്നും, നമ്മുടെ ആക്ഷൻസും അങ്ങനെയാവും എന്നാണ് പറയുന്നത്. ഉം. അങ്ങനെയുണ്ട്. അതുപോലെ നിനക്കറിയോ, എനിക്ക് കുഞ്ഞു കുട്ടികളുടെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടാ. അവരുടെ കൂടെ ഈ ഹോപ്പ് സ്കോച്ച് ഒക്കെ കളിക്കാൻ ഞാൻ ഇപ്പോഴും കൂടും. ഈവൻ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കാൻ എനിക്ക് ഇഷ്ടാ. ഈ നമ്മളുടെ ഉം, ഗെയിംസിന്റെ കൂടെ പറയില്ലേ, കുത്തൂലി ആ, പാത്തൂലി, ആ. ഇത്. അപ്പം അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ 40 വയസ്സൊക്കെ കഴിയുമ്പം, ലൈക്ക് ഷുഡ് വി ഷോ മെച്യൂരിറ്റി, ലൈക്ക് ഐ മീൻ അതിന്റെ ആവശ്യമുണ്ടോ? വേണ്ടടുത്ത് മെച്ചുവർ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ നമുക്ക് അറിയാലോ. അതറിയാം. ബാക്കി സമയത്ത് സുഖമായി കളിച്ച് നടന്നൂടെ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ പണ്ടത്തെ സമയത്തെ ആ. നീ കുഞ്ഞു കുട്ടിയായിരുന്നപ്പം എങ്ങനത്തെ ആന്റിമാരെയോ അങ്കിൾമാരെയോ നിനക്ക് ഇഷ്ടണ്ടായിരുന്നേ? ആ, എന്തിനാ ആന്റിമാര് അങ്കിൾമാര് പറയുന്നു? എന്റെ മമ്മി ഇപ്പോഴും മമ്മിക്ക് പറ്റുന്ന, മമ്മി ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോഴും ബാഡ്മിന്റൺ കളിക്കാനാണെങ്കിൽ മമ്മിക്ക് ചിലപ്പോ ഓടാനൊക്കെ കുറച്ച് ഉം, ഉം. ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മമ്മി കളിക്കാൻ കയറും ഞങ്ങളുടെ കൂടെ. ഊഞ്ഞാലാടും. ഊഞ്ഞാലാടുന്ന പിന്നെ പോട്ടെ, ഊഞ്ഞാലിൽ കേറി നിന്ന് പണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ഊഞ്ഞാലിന്റെ മേളിൽ ഞങ്ങളൊരു റിസോർട്ടിൽ പോയതാ. അപ്പൊ പറയാണ്, ഞാനേ പണ്ട് ഊഞ്ഞാലിന്റെ മേളിൽ കേറി നിന്ന് ആടിയിട്ടുണ്ട്, എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു, ഞാനൊന്ന് ചെയ്യട്ടെ എന്ന്. അപ്പൊ ഞാനും ചേച്ചിയും പറഞ്ഞു, ആ ചെയ്തോ, അതിനെന്താ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ നോക്കി നിക്കായിരുന്നു, മമ്മിയെ ഊഞ്ഞാലിന്റെ മുകളിൽ കേറി നിന്ന് ആടുന്നെ. നല്ല ക്യൂട്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വേണം, എല്ലാരും അങ്ങനെ വേണം എന്നാ ഞാൻ പറയും. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരിക്കലും നമ്മുടെ ആ കുട്ടിത്തം കളയാൻ പാടില്ല. കുട്ടിത്തല്ല ഏറ്റവും രസം. അതെ. ചിൽഡ്രൻസ് ഡേക്ക് വരെ നമ്മൾ ഇപ്പൊ വരുന്ന മെസ്സേജസ് ഒക്കെ എങ്ങനെയല്ലേ, കീപ് ദ ചൈൽഡ് ഇൻ യു അലൈവ് ആ, അല്ലെ, അതെ, നശിപ്പിച്ചു അതെ. പോവരുത്. പിന്നെ എല്ലാ ബേർഡനും വന്നിട്ട് ചിലവര് കാണാ വളരെ ഏർലി ആ, എന്തൊക്കെയോ പ്രോബ്ലംസ് ഒക്കെ തലയിൽ വലിച്ചു കയറ്റി പ്രോബ്ലംസ് ഒക്കെ അതിന്റെ സൈഡ്. എല്ലാവർക്കും ഉണ്ട്. നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. എനിക്ക് അതെ. കാണാനും രസം അങ്ങനെയാട്ടോ. ആ. ചിലതെല്ലാം നമ്മളുടെ മീറ്റിങ്ങിലും ഗ്രൂപ്പ്സ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ അതിൽ ഈ ചൈൽഡിഷ് ആയിട്ട് ക്യൂട്ടായിട്ട് വരുന്ന ആൾക്കാരില്ലേ, അവര് ഭയങ്കര പോസിറ്റീവ് ആക്ച്വലി ആണ് തോന്നുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെയാ അല്ലേ? ആരും കുറെ മെച്ചുവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ചെയ്യാറില്ല. അതെ, എവ്രി വൺ ഈസ് അവരവർക്ക്. മെച്ചുവേർഡ്. അതെ, പക്ഷെ അവരവരുടെ സ്ഥലത്ത്, ഇപ്പൊ ജോലി സ്ഥലത്തായാലും ശരി, ചില സ്ഥലത്ത് നമുക്കിപ്പം മെച്ചുവേർഡ് ആയിട്ട് ആക്ട് ചെയ്യണം. ശരിക്കും അതെ. പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതാ നമ്മൾ ആക്ട് ചെയ്യുന്നതെന്ന്. എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടി മാത്രം തോന്നുന്നു അല്ലേ? സത്യം. ഇത്തിരി വയ്യായ വരുമ്പോ എന്താ ആദ്യം വരിക നമുക്ക്? നമ്മളൊക്കെ കുട്ടിയല്ലേ ആവുക അല്ലെ? ഫസ്റ്റ് വയ്യായ വന്നാ അയ്യോ എനിക്ക് വയ്യ, ആരെങ്കിലും ഒന്ന് നോക്കണം അല്ലേ? അതെ, അതെ, അതെ. അപ്പൊ നീ അങ്ങനെ തന്നെ കുട്ടിയായിട്ട് തന്നെ ഇരുന്നാ മതി. എനിക്ക് തോന്നുന്നു നിന്നെ ആദ്യം പരിചയപ്പെട്ടപ്പോഴും മെച്യൂർഡിറ്റിനെക്കാളും നിന്റെ ആ കുട്ടിത്തം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആണോ? ഉം. ഓക്കെ, ഓക്കെ. പേടിക്കണ്ട. അപ്പൊ ഞാനതൊരു പോസിറ്റീവായിട്ട് എടുക്കാം. 100%. എനിക്ക് ഉം. തോന്നുന്നു അവര് പ്രിൻസിപ്പൽ പറഞ്ഞതും അതേ ടോണിലായിരിക്കും. പിന്നെ കുട്ടികൾ ഇത്തിരി കൂടി ഏജിനെക്കാളും മെച്ചൂർഡ് പറഞ്ഞാൽ അവർക്കും ഒരു കോംപ്ലിമെന്റ് ആട്ടോ. എന്താ ആ. കാരണം വെച്ചാൽ ആ കുട്ടിക്ക് അവരുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുണ്ടോന്ന്. നമ്മൾ ആക്ച്വലി ഏജ് വൈസ് മെച്ചൂർഡ് ആയി കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ഭയങ്കര യൂത്ത്ഫുൾ ആന്ന് പറയുന്നതായിരിക്കും ഒരു അതുപോലെ കോമന്റ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിപ്പം നമ്മളുടെ മക്കള് സ്റ്റേജിൽ കയറി എന്തെങ്കിലും പെർഫോം ചെയ്യുന്നോ, അല്ലെങ്കിൽ ചുമ്മാ സ്റ്റേജിൽ കയറാൻ വേണ്ടി എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ ആനുവൽ ഡേ, സ്കൂൾ ആനുവൽ ഡേ എനിക്ക് ഓർമ്മ വരുന്നത്, എന്തിനൊക്കെ ഇന്ന ഇന്ന അവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോ നമ്മളുടെ മക്കളുടെ ഒക്കെ പേരോ, അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ എങ്ങനെയെങ്കിലും സ്റ്റേജിലോട്ട് വന്ന ഉടനെ നമ്മളൊക്കെ കൂടെ കിടന്ന ക്ലാപ്പടിയാണ്. പക്ഷെ അപ്പൊ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബാക്കി അടുത്തിരിക്കുന്നവരൊക്കെ നമ്മളിങ്ങനെ ഒരു വിയേർഡ് ലുക്കാ, എന്താ ഇത്? അത് നമ്മളുടെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു മദറിന്റെ ഏതെങ്കിലും ഒരു എന്താ പറഞ്ഞ കുട്ടിക്ക് കിട്ടിയ നമ്മൾ എല്ലാരും കൂടെ ചിയർ ചെയ്യുന്നത് അല്ലേ? പക്ഷെ അത് രസല്ലേ? തിരിച്ച് എനിക്കിഷ്ടാ. നമ്മള് പെർഫോം ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടോ?
എപ്പോഴാണോ ഒരു സൈഡിൽ നിന്ന് നല്ല ആൾക്കാർ അപ്ലോഡ് ചെയ്യണേ ആ സമയത്ത് നമുക്കൊരു ബൂസ്റ്റ് ചെയ്യും അല്ലെ, ഒരു എനർജി അതെ ബൂസ്റ്റർ ആണ്. അതെ എപ്പോഴും ഈ അതെ കുട്ടിത്തം വെക്കുന്നത് തന്നെയാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ക്യൂട്ട് ആണല്ലേ ആയിട്ടിരിക്കും, ഇന്നസെൻസ് കളയേ വേണ്ട ആരും. പിന്നെ ആ ഇഷ്ടപ്പെട്ടത് പറയാ, ഇഷ്ടപ്പെട്ടത് കഴിക്കുക, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുക, ഇതൊക്കെ കുട്ടിത്തത്തിന്റെ ഒരു ഭാഗമല്ലേ, ഒരുപാട് അതെ ആലോചിക്കുക അതെ അല്ലെ. അതെ പിന്നെ കളിക്കുകയും കളിക്കും. പിള്ളേരുടെ കൂടെ ആ കളിക്കുകയും കളിക്കുമ്പോൾ വിടാ, നിനക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ ഒരു ദിവസം എവിടെയോ പോയിട്ട് ഇങ്ങനെ ഓടിയിട്ട് തൊട്ട് തൊട്ട് ആ കളിച്ചത്? എവിടെന്നറിയോ ഞാനൊന്നും ആ ചിറ്റൂർ സൈഡില് ആ ആ അതെ അതെ. ഞാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിൽ അങ്ങനെ കാര്യങ്ങൾ വളരെ കുറവ് ചെയ്യുന്ന ആളാ, ഓടാറേ ഇല്ല, കുറെ കളിയിട്ട് ഓടിയിട്ടേ ഉണ്ടാവില്ല കേട്ടോ. ആ സമയത്ത് അന്ന് നിന്റെ കൂടെ കളിക്കാൻ വന്നപ്പോ ഓടി ഓടി കളിച്ചിട്ട് ആ ഒരു സ്പിരിറ്റിൽ ഓടി, പക്ഷെ കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം സന്തോഷാണ്. അതെ എന്ത് എനിക്ക് മുഖത്തുനിന്നൊക്കെ ഇങ്ങനെ കുറെ ചൂടോ എന്തൊക്കെയോ കുറെ സാധനങ്ങളൊക്കെ വെളിയിൽ പോയ മാതിരി തോന്നിയില്ലേ ഇതേ നല്ല കാര്യം ഞാൻ പറഞ്ഞ നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ മീറ്റപ്പിന് പോകുമ്പോഴും അതെ ആ സമയത്ത് അധികം കുറച്ച് ഗെയിംസ് ആണല്ലോ ഉണ്ടാവുക. അതെ അതെ ആ അപ്പോഴും നമ്മൾ മറ്റേ കളി നിനക്കറിയില്ലേ, രണ്ടാളിങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ആ ആ ചുറ്റും. ആ അതൊക്കെ ഞങ്ങൾ എന്തൊരു കളിയായിരുന്നു എന്നറിയോ. എല്ലാരും അത്യാവശ്യം മെച്ചൂരിറ്റി വരേണ്ട ഏജ് ആയി, പക്ഷെ ഈ സമയമൊക്കെ എത്തുമ്പോ എല്ലാ ആൾക്കാരും തമാശ പറഞ്ഞ് നീ ആ കഴിഞ്ഞാ ഞാൻ കഴിഞ്ഞാ നീ പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ആ ക്യൂട്ട്നെസ് ആണ് എല്ലാത്തിന്റെയും ഒരു ഒരു ഭംഗി. അതെ ഇത് നമ്മള് ആ മാംഗോ കൗണ്ടിയിൽ നമ്മൾ അന്ന് പോയില്ലേ ഉം, നമ്മളെല്ലാം ഉം, മദേഴ്സും ഉം, കുട്ടികളും ഉം. കൂടെ അന്ന് നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് അമ്മമാരൊക്കെ കൂടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി പിള്ളേരൊക്കെ കൂടെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി ആ വീഡിയോ എന്തെങ്കിലും ഇപ്പൊ ഗൂഗിൾ ഫോട്ടോസിൽ വന്നതേ ഉള്ളൂ മെമ്മറീസ് ആയിട്ട് പിന്നെ കുട്ടികൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മീറ്റ് പറയാ, കുട്ടികളും ഉണ്ടാവും, അമ്മമാരും ലേഡീസ് ആൻഡ് ചിൽഡ്രൻ ആണ്, കിഡ്സ് ആണ് നമ്മുടെ മീറ്റപ്പ് ജനറലി. അതെ കുട്ടികൾ സൈഡിലേക്ക് ഇങ്ങനെ ആവും, പിന്നെ പിന്നെ നമ്മൾ ഒരുമിച്ചാവും കേട്ടോ കുറച്ച് അതെ കഴിയുമ്പോ. അത് കഴിഞ്ഞാൽ മോള് പറയും ഒന്നേ ഞങ്ങൾക്ക് കേൾക്കാണ്ടു. ഇതന്നെ എന്റെ മക്കളും പറയാറ് അന്ന് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നീ ഉണ്ടായിരുന്നില്ല ജയന്തിയും ഞാനും ഐശ്വര്യയും ഒക്കെ കൂടെ നമ്മളുടെ ആ ഫ്രണ്ട്സ് സൗമ്യ ഉണ്ടായിരുന്നു ഓക്കെ. ആ സമയത്ത് പിള്ളേരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി അവിടെ നിന്ന് ചിരിച്ച് അവസാനം പ്രിൻസിപ്പളിന്റെ ആ പ്യൂൺ വന്നിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ നിന്ന് ഇത്രയും ഒച്ച ഉണ്ടാക്കാൻ പാടില്ല നിങ്ങൾ കുറച്ച് മാറി നിൽക്കാൻ അത്രയ്ക്കും ചിരിയും കളിയായിരുന്നു അപ്പൊ നിന്റെ ഡൗട്ട് ക്ലിയർ ആയില്ലേ? ആ, ആ, അതെ അതെ ക്യൂട്ട്നെസ് അതെ എപ്പോഴും പോസിറ്റീവ് ആണ്. ആരെങ്കിലും നിന്നോടോ ആരോടെങ്കിലും നിങ്ങൾ എന്താണ് യു ലുക്ക് ഇമ്മച്ചുവർ അല്ലെങ്കിൽ യു ലുക്ക് യങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ഓ, ദാറ്റ്സ് എ കോംപ്ലിമെന്റ്. അപ്പൊ ഞാൻ എന്താണെങ്കിലും സന്തോഷിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ പുറകിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ അങ്ങോട്ട് കളഞ്ഞ് പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും വിചാരിക്കുന്നതെന്ന് അങ്ങോട്ട് വിശ്വസിക്കാനാണ് എനിക്കിപ്പോ ഇഷ്ടം എന്നിട്ട് കീപ് ദ ചൈൽഡ് ഇൻ യു അലൈവ്. അതെ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കട്ടെ ആ കുഞ്ഞു കുട്ടി. അങ്ങനെയാകുമ്പോൾ നമ്മൾ കുറെ ഹാപ്പി ആയിരിക്കും. കുട്ടികൾക്ക് ആ ഒരു കഴിവുണ്ട്. അതെ കുട്ടികൾ കണ്ടില്ലേ എപ്പോഴും പെട്ടെന്ന് മറക്കും, അതെ അവര് പിന്നെയും ചിരിച്ച് കളിക്കും. അതെ അപ്പൊ നമുക്കും നമ്മുടെ ഉള്ളിലുള്ള ആ കുഞ്ഞു കുട്ടീനെ ഒരു ബ്ലെസ്സിങ് ആക്കി കണ്ട് അതിനിങ്ങനെ നന്നായിട്ട് നറിഷ് ചെയ്ത് കൊണ്ടുവരാം അല്ലെ. അതെ സോ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് കീപ് വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത് Ren and Ren Go. and Go.